السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഓൺലൈനിലൂടെയും അല്ലാതെയും നമ്മളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർ, വളരെ മഹത്തായ ഒരു പരിപാടിയുടെ ചടങ്ങിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഇല്യാസ് സഖാഫിയുടെ ഹുബ്ബുൽ ഹബീബ് എന്ന് പറയുന്ന ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ 3ാം വാർഷികം വളരെ പ്രൗഢമായി ഇവിടെ നടക്കുകയാണ്. നമ്മുടെ എല്ലാം ആദരണീയരായ വന്യരായ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഉസ്താദിന്റെ പ്രഭാഷണത്തിന് മുമ്പ് ഈ സദസ്സിന്റെ ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട്, ഈ പ്രോഗ്രാമിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം അല്പം സമയം ചെലവഴിക്കുക എന്നത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ളത്. ഞാനൊരു പ്രഭാഷകൻ എന്ന രീതിയിൽ അങ്ങനെ പ്രസംഗിക്കുന്ന ആളല്ല എന്ന് എന്നെ സംബന്ധിച്ചറിയുന്ന എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും വളരെ സ്നേഹപൂർവം ഇല്യാസ് സഖാഫിയും സലാഹുദ്ദീൻ സഖാഫിയും ഒക്കെ ക്ഷണിക്കുകയും ഈ സദസ്സിൽ വന്നാൽ സിറാജുൽ ഹുദയിൽ നേരത്തെ നമ്മളോടൊപ്പം കഴിഞ്ഞുകൂടിയിട്ടുള്ള കുറേ ആളുകളെ ഒരിക്കൽ കൂടി കാണാം, അവരുടെ കൂടെ ഒന്ന് ഇരിക്കാം, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ദുആയിലും നിങ്ങളുടെ സദസ്സിലും സംബന്ധിക്കാം, ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ചുരുക്കം ചില വാചകങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ പേര് ഹുബ്ബുൽ ഹബീബ് എന്നാണ്. ഇവിടെ അൽ ഹബീബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ അസ്റഫുൽ വറ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ അൽ ഹബീബ് എന്നത് സാധാരണ ഉള്ള ഒരു വാചകമല്ല. അതിന് വലിയ അർത്ഥതലങ്ങളുള്ള ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒരു ഹബീബ് എന്ന പദമാണ് ഹുബ്ബുൽ ഹബീബ് എന്ന വാക്കിലുള്ള ആ അൽ ഹബീബ് എന്ന പദം. നമുക്കറിയാം
നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ്. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അവന്റെ ദൂതരിൽ വിശ്വസിക്കുന്നു. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴുമുള്ള ഒരു ഇബാദത്ത് ഈ വിശ്വാസം. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇബാദത്തുകളെല്ലാം ചെയ്യുന്നവർ ആണ് നമ്മൾ അതിൻ്റെതായ നിബന്ധനകൾക്ക് വിധേയമായി. എന്നാൽ ഈ നോമ്പ്, ഈ സകാത്ത്, നിസ്കാരം എന്നൊക്കെ പറയുന്ന ഇബാദത്തുകൾ അതൊക്കെ കേവലം നൈമിഷികമാണ്. നമ്മൾ നേരത്തെ നിസ്കരിച്ചു, അത് നിസ്കാരം കഴിഞ്ഞു, ഇനി നമ്മൾ പിന്നീട് വീണ്ടും നിസ്കരിക്കും. അതുപോലെ നമ്മൾ നോമ്പനുഷ്ഠിച്ചു, ഇനിയും നമ്മൾ നോമ്പനുഷ്ഠിക്കും. അതേസമയം സദാ നമ്മുടെ കൂടെയുള്ള ഇബാദത്ത് അതെന്താണ്? നമ്മളിപ്പോൾ ഈ സദസ്സിലിരിക്കുകയാണ്, ആ സമയത്ത് നമ്മളൊരു ഇബാദത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉറങ്ങുകയാണ്, എങ്കിലും നമ്മുടെ കൂടെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തുണ്ട്. നമ്മൾ ബാത്റൂമിൽ പോവുകയാണ്, നമ്മൾ യാത്ര ചെയ്യുകയാണ്. എല്ലാ സന്ദർഭത്തിലും നമ്മളോടൊപ്പമുള്ള ഇബാദത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാനാണ്, വിശ്വാസമാണ്. അല്ലാഹു തആല ഈമാൻ നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ ഈമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകം, അതാണ് ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം, മറ്റൊന്ന് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം. യഥാർത്ഥത്തിൽ ഷഹാദത്ത് കലിമ, രണ്ട് കലിമ, കലിമത്തു ഷഹാദത്തൈൻ, രണ്ട് ഷഹാദത്ത് കലിമ എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ ഒന്നാം കലിമയായി നമ്മൾ എണ്ണുക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ ആദ്യത്തിന്റെ ഭാഗമാണ്. നമ്മൾ നമ്പറിട്ട് പറയുമ്പോൾ നമ്മൾ പറയും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് രണ്ടാം കലിമയായിട്ട് നമ്മൾ പറയും. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വാസ്തവത്തിൽ ഇത് പറച്ചലിൽ രണ്ടാമത്തതാണെങ്കിലും പ്രായോഗിക തലത്തിൽ ആദ്യമായി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് തൗഹീദിന്റെ കലിമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ് അള്ളാഹു നമ്മളെ സമീപിച്ചത് എന്നർത്ഥം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മളിലേക്ക് വന്നിട്ടുള്ളത്, അല്ലാഹു വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നു എന്ന് പറയുന്നത് പോലെ ഉള്ള വരവല്ല. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹുവിലുള്ള വിശ്വാസം വന്നിട്ടുള്ളത് അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന മാത്രമേ നമുക്ക് അള്ളാഹുവിനെ സമീപിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് അന ഹബീബുല്ലാഹി വലാ ഫഖറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകത്തിന്റെ ഒരു വിവരണം. അഥവാ ഞാൻ അള്ളാഹുവിന്റെ ഹബീബാണ്, എന്നിലൂടെയാണ് നിങ്ങളിലേക്ക് അള്ളാഹു എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് പോകണമെങ്കിൽ ഈ അള്ളാഹുവിന്റെ ഹബീബാകുന്ന എന്നിലൂടെ തന്നെ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന ഒരർത്ഥം ആ അന ഹബീബുല്ലാഹി വലാ ഫഖറ എന്ന വാചകത്തിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അള്ളാഹുവിന്റെ ഹബീബാണ്. അഥവാ നമ്മൾ ഹബീബ് എന്ന വാചകത്തിന് സാധാരണ
സുഹൃത്ത്, സ്നേഹിതൻ എന്നൊക്കെയാണ് അർത്ഥം പറയുക. ഇതേ രീതിയിലാണ് വാസ്തവത്തിൽ മഹാനായ അസ്റഫുൽ വറ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല സമീപനം നടത്തിയിട്ടുള്ളത്. അഥവാ ഒരു സ്നേഹിതനോട് എങ്ങനെയാണോ പെരുമാറുന്നത്, ഈ പെരുമാറ്റമാണ് റബ്ബുൽ ആലമീനായ ഈ ലോകത്തെ മുഴുവനും പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നടത്തിയിട്ടുള്ളത്. ഞാൻ ചെറിയ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുക മാത്രം ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു സുഹൃത്ത് നമുക്കുണ്ട്. ആ സുഹൃത്തിന് ചെറിയൊരു അസുഖം ബാധിച്ചു, ചെറിയൊരു പനി ബാധിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുക. നമ്മുടെ ഒരു സുഹൃത്തിന് കുറച്ച് ദിവസം പനി ബാധിച്ച് ഇങ്ങനെ വീട്ടിലിങ്ങനെ കിടക്കുന്നു. ആ സമയത്ത് നമ്മൾ കാണാൻ ചെല്ലുകയാണ് ഈ സുഹൃത്തിനെ, നമ്മുടെ ഹബീബിനെ. എന്നാൽ നമ്മൾ അടിക്കുന്ന ചില ഡയലോഗുകളുണ്ട്, നമ്മൾ പറയുന്ന ചില കമന്റുകളുണ്ട്, നമ്മൾ അദ്ദേഹത്തെ സമീപിക്കുന്ന ചില രീതികളുണ്ട്. അതിൽപ്പെട്ട ഒരു രീതിയാണ്, ഏയ് ഇങ്ങനെ കിടക്കുകയാണോ, എന്താണ് ഇങ്ങനെ പുതപ്പും മൂടി ഇങ്ങനെ പനിച്ച് കിടക്കുകയാണോ, എഴുന്നേൽക്കൂന്ന് നമ്മൾ പറയും. സ്വാഭാവികമാണ്, നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളെ സുഹൃത്തിനെ സമീപിക്കുമ്പോൾ ആ രീതിയിൽ സമീപിച്ച അനുഭവങ്ങൾ നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. വാസ്തവത്തിൽ ഇതേ രീതി വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്ദ ഫഹ്ജുർ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ ഒരു പനി പിടിച്ച് കിടക്കുന്നു. ആ പനി പിടിച്ച് കിടക്കുമ്പോൾ അള്ളാഹു വരികയാണ്. അള്ളാഹു വരിക എന്ന് പറഞ്ഞാൽ തികച്ചും ആലങ്കാരികമാണ്. അള്ളാഹു വരാറില്ല, അള്ളാഹു പോകാറില്ല. അള്ളാഹു സൃഷ്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളെ തൊട്ടും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെ തൊട്ടും പരിശുദ്ധനാണ് അള്ളാഹു. അള്ളാഹു വരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതിനിധിയായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ. ഒരു സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ. എന്നിട്ട് അള്ളാഹുവിന്റെ കലിമ, അള്ളാഹുവിന്റെ കലാമ്, യാ അയ്യുഹൽ മുദ്ദസിർ, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുകയാണോ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകരെ, ഖും, നിങ്ങൾ എഴുന്നേൽക്കൂ. നമ്മളൊരു പനി പിടിച്ച നമ്മുടെ ഒരു സുഹൃത്തിനെ സമീപിക്കുന്ന അതേ ഒരു രീതി, അതേ ഒരു മഹബത്ത്, അതേ ഒരു ഹുബ്ബ്, ഒരു ഹബീബിനോട് പെരുമാറിയ ഒരു പെരുമാറ്റമാണ് ഈ വാക്യത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇത് മാത്രമല്ല, ഖുർആനിൽ വാസ്തവം പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ ഓരോ അക്ഷരവും, ഓരോ വാചകം എന്നല്ല ഞാൻ പറയുന്നത്, ഓരോ അക്ഷരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അള്ളാഹുവിന്റെ ഹുബ്ബിന്റെ പ്രകടനങ്ങളാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ താഴേക്കിടയിലുള്ള താഴെ സൂറത്തുകൾ, അവസാനത്തെ സൂറത്തുകൾ നമ്മളൊന്ന് നോക്ക്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഖുൽ, നബിയെ തങ്ങൾ പറയുക. ഇതാര് പറയുന്നതാണ്? നബിയോട് അല്ലാഹു തആല പറയുന്നതാണ്. സ്നേഹിതനായ ആളോട് പറയുന്നത് പോലെ ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അതും ഒരു അസുഖത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ ഇറങ്ങിയിട്ടുള്ള ആയത്താണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഓരോ വാക്കുകളും തബ്ബത് യദാ അബീ ലഹബിൻ, അതിലുണ്ട് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പ്രകടനം. തബ്ബത് യദാ അബീ ലഹബിൻ എന്ന സൂറത്തിലും നമുക്ക് കാണാൻ കഴിയും. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിൽ കാണാൻ കഴിയും. ഇദാ ജാ നസ്റുല്ലാഹിൽ കാണാൻ കഴിയും. അങ്ങനെ വിശുദ്ധ ഖുർആനിലുള്ള എല്ലാ അക്ഷരങ്ങളിലും എല്ലാ വാചകങ്ങളിലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രകടിപ്പിച്ച ആ വലിയ മഹബ്ബത്ത് നമുക്ക്
നിർവചിക്കാൻ കഴിയാത്ത, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറമുള്ള ആ ഒരു മഹബത്ത്, ആ പ്രവാചകരോടുള്ള ഹുബ്ബുൽ ഹബീബ്, അതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് എന്ന് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് തീർന്നില്ല. നമ്മൾ മൗലിദ് ഓതാറുണ്ട്. മൗലിദിലുള്ള ഒരു വാക്ക് എപ്പോഴും എനിക്ക് വളരെ ഹൃദ്യമായി തോന്നാറുള്ള ഒരു വാക്ക്, നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടാകും പലർക്കും. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നാലും തോന്നും. അല്ലാഹു തആല പറഞ്ഞ ഒരു വാചകത്തെ സംബന്ധിച്ച് മൗലിദിൽ പറഞ്ഞ ഒരു വാക്ക്, വആനസഹു ബിഖൗലിഹി തആല വകഫാ ബില്ലാഹി വക്കീല. നമ്മൾ മൗലിദിൽ സാധാരണ ഓതുന്ന വാചകം എന്താണ് അതിൻ്റെ അർത്ഥം? വആനസഹു, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആനന്ദമുണ്ടാക്കി, ഈനാസ് ഉണ്ടാക്കി, സന്തോഷമുണ്ടാക്കി. എന്തുകൊണ്ട്? ബിഖൗലിഹി തആല വകഫാ ബില്ലാഹി വക്കീല. അല്ലാഹുവിൻ്റെ കഫാ ബില്ലാഹി വക്കീല എന്ന വാചകമുണ്ട്. അതായത് ഖുർആനിലുടനീളം കഫാ ബില്ലാഹി വക്കീല അതേപോലെയുള്ള വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം അല്ലാഹു മതി സംരക്ഷകനായിട്ട്. നമുക്കറിയാം, നമ്മളൊരു സുഹൃത്തിനോട് പറയും, സലാഹുദ്ദീൻ സക്കാഫിനോട് ഞാൻ പറയാൻ, നിങ്ങൾക്ക് ഇബ്രാഹിം സക്കാഫി മതി, ഞാനുണ്ട് നിങ്ങൾക്ക്. അതുപോലെ അല്ലെങ്കിൽ സലാഹുദ്ദീൻ സക്കാഫി എന്നോട് പറയാൻ. അതുപോലെ അല്ലെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും, അത് നമ്മുടെ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു ദൃഢത അറിയിക്കുന്ന ഒരു വാചകമാണ്, ഞാൻ മതി, അല്ലെങ്കിൽ ഞാനുണ്ട് നിങ്ങൾക്ക്. ഇതേ ശൈലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പല ഘട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞ വാചകം ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്, വകഫാ ബില്ലാഹി വക്കീല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. ഇസ്രാ മിഅ്റാജ്, അള്ളാഹുവിൻ്റെ അദൃശ്യമായ ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല കൂട്ടിക്കൊണ്ടുപോകുന്നു. എപ്പോഴാണ് ഈ കൂട്ടിക്കൊണ്ടുപോക്ക് നടന്നത്? ഈ കൂട്ടിക്കൊണ്ടുപോക്ക് നടന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അവിടുത്തെ സഹധർമ്മിണി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ സന്ദർഭം, അതേപോലെ അബൂ താലിബ് മരണപ്പെട്ടു പോയ സന്ദർഭം, അങ്ങനെ വിവിധ ദുഃഖങ്ങൾ, ആമുൽ ഹുസൻ, ദുഃഖത്തിന്റെ വർഷം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു തആല അള്ളാഹുവിൻ്റെ അദൃശ്യ ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജേതാവായി, നേതാവായി കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു സുഹൃത്തിന് വല്ലാതെ പ്രയാസം പറ്റുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആ കൂട്ടിക്കൊണ്ടുവരലാണ് ഇതിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ എമ്പാടും എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അലിഫ് ലാം മീം, യാസീൻ, താഹ, അലിഫ് ലാം റാ, സ്വാദ് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ അക്ഷരങ്ങളുടെ തഫ്സീർ എന്താണ്? സാധാരണ ഈ മുഫസ്സിരീങ്ങൾ പറയാറുള്ളത്, അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക്. നമുക്കറിയില്ല അതിൻ്റെ തഫ്സീർ എന്താണ്, അത് അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മുഫസ്സിറുകളിൽ പലരും തഫ്സീർ പറയാതിരിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്താണ്? എന്നാൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഈ അലിഫ് ലാം മീം അതേപോലെ സ്വാദ് അങ്ങനെയുള്ള വാക്കുകൾ അത് അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇടയിലുള്ള ചില സ്വകാര്യ സംഭാഷണങ്ങളുടെ സൂചനകളാണ്. നമുക്കറിയാം, ഒരു സുഹൃത്തും ഞാനും ചിലപ്പോൾ സംസാരിക്കുന്ന ചില വാചകങ്ങൾ പുറത്തുള്ള ആളുകൾ കേട്ടാൽ അവർക്ക് മനസ്സിലാകണമെന്നില്ല. അത് സുഹൃത്തുക്കൾക്കിടയിലുള്ള നേരത്തെ പറഞ്ഞു വെച്ച അല്ലെങ്കിൽ നേരത്തെ അവർക്കിടയിൽ അറിയുന്ന ചില വാചകങ്ങളും ചില പ്രത്യേക വാക്കുകളും ഒക്കെ ആകാം. ഇതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ഒരു സുഹൃത്ത് സംഭാഷണമാണ് അലിഫ് ലാം മീം, താഹ തുടങ്ങിയിട്ടുള്ള വാചകങ്ങൾ എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചിട്ടുള്ളത് തികച്ചും ഒരു ഹബീബിനെ സമീപിക്കുന്നത് പോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അവസാനിച്ചിട്ടില്ല, അത് ഇനിയും തുടരുകയാണ്. നാളെ മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരും, എല്ലാവരുടെയും ശുപാർശകനായി. നമുക്കറിയാം, നമ്മൾ ആരെ കൊണ്ടാണ് ശുപാർശ ചെയ്യിക്കുക? നമുക്കൊരു പ്രധാനമന്ത്രിയുടെ അടുത്ത് ഒരാളെ ശുപാർശക്ക് വേണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒരാളെ നമുക്ക് ശുപാർശക്ക് വേണം
എങ്കിൽ നമ്മൾ ആരെയാണ് സമീപിക്കുക? മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള, പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ സമീപിക്കും. ഒരു ഹബീബിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ വിളിക്കാറുണ്ട്. ഇതേ പ്രക്രിയ തന്നെയാണ് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശുപാർശയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിങ്ങനെ അള്ളാഹുവിനോട് എന്നും പറയുന്നു, ഈ ശുപാർശക്കുള്ള ഈ ഒരു പദവി, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ ആതിഹിൽ വസീല വൽ ഫളീല എന്ന് നമ്മൾ പറയുന്നു. അതെന്തേ? അല്ലാഹു തആല നമ്മൾ പറഞ്ഞാലേ കൊടുക്കൂ. നമ്മളുടെ ഷീറ്റ് വേണം അള്ളാഹുവിന്റെ ഫളീലത്ത് കൊടുക്കാൻ. അതൊക്കെ നേരത്തെ കൊടുക്കും എന്ന് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞതാണ്, കൊടുത്തു കഴിഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉതീതു ശഫാഅ, എനിക്ക് ശഫാഅത്ത് നൽകപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും നമ്മൾ പറയുന്നു. എന്താണ് പറയുന്നതിന്റെ താല്പര്യം? ആ താല്പര്യം നമ്മൾ ഹബീബിന്റെ ആളാകുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളാണ് ഞാൻ അവിടുത്തെ ആളാണ് എന്ന് കാണിക്കുകയാണ് നമ്മൾ ഈ ദുആയിലൂടെ. എനിക്ക് സന്തോഷാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു പദവി കിട്ടുന്നത്. ഞാനും അതിനാഗ്രഹിക്കുന്നു, ഞാനും അതിനാവശ്യപ്പെടുന്നു എന്ന ഈ ഒരു അംഗീകാരം അത് നമുക്ക് വേണ്ടതുണ്ട്. കാരണം ആ ഹബീബിനോടുള്ള ഹുബ്ബ് അത് പ്രകടിപ്പിക്കുകയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ദുആയിലൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹുബ്ബുൽ ഹബീബ്, അള്ളാഹുവിന്റെ ഹബീബ്, ആ ഹബീബിനെ സ്നേഹിക്കാനുള്ള, അതിന് പ്രചോദനമേകുന്ന ഒരു വേദിയാണ്, ഒരു സദസ്സാണ് നമ്മുടെ ഈ ഒരു ഓൺലൈനിലൂടെ നമ്മുടെ ഇല്യാസ് സഖാഫി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സ്. ഈ സദസ്സിന്റെ പ്രചാരകരായി നമ്മൾ മാറണം. ഈ സദസ്സിൽ സൗകര്യം കിട്ടുമ്പോഴൊക്കെ പങ്കെടുക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ പൂർണ്ണമായി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണം. നാം ഒറ്റക്കല്ല ഒരിക്കലും. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. നമ്മുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നമുക്കുണ്ടാകണം. അവിടുത്തോടൊപ്പമായിരിക്കണം നമ്മൾ. എങ്ങനെ ഒപ്പമാകും? നമ്മളെങ്ങനെയാണ് അള്ളാഹുവിനോടൊപ്പമാവുക? നമുക്കറിയാം, മഹാന്മാര് പഠിപ്പിച്ചു, മൻ അറാദ സാഹിബൻ ഫല്ലാഹു യക്ഫി. ഒരാൾക്ക് കൂട്ടുകാരൻ വേണമെങ്കിൽ അവന് അള്ളാഹു മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒറ്റക്കാകുന്നില്ല. നമ്മുടെ യാത്രയിൽ നമ്മൾ പറയാറുള്ള വാചകമാണ്, അല്ലാഹുമ്മ അന്ത സാഹിബു ഫിസ് സഫർ. പടച്ചവനെ, നീ കൂട്ടുകാരനാണ് യാത്രയിൽ. അപ്പൊ നമുക്കറിയാം, നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ആളുണ്ടാവും. ആളുണ്ടായാലും നമുക്ക് കൂട്ടുകാരനുണ്ട്, ആളില്ലെങ്കിലും നമുക്ക് കൂട്ടുകാരനുണ്ട്. നമ്മൾ ഏകാന്തതയിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയാണ്, എന്നാലും നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല, നമ്മൾ വേവലാതിപ്പെടേണ്ടതില്ല. റബ്ബുൽ ആലമീനായ, നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വായു നൽകുന്ന, നമുക്ക് വെള്ളം നൽകുന്ന, നമ്മുടെ എല്ലാമായ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. നമ്മളും അള്ളാഹുവിൻ്റെ കൂടെയാകണം. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ കൂടെയാവുക? നമ്മൾ ഫിസ്സിരി വല്ലലൻ, നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാകണം. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നമ്മൾ ഗൗരവത്തോടുകൂടെ കാണണം, നമ്മൾ മുറുകെ പിടിക്കണം. അതോടൊപ്പം അവിടുത്തെ സലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിന്റെ സഹായികളാകണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്കറിയാം, ഇന്നത്തെ ദിവസം ഇന്ന് യാദൃശ്ചികമായിട്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നൊരു പക്ഷേ മിക്കവാറും മുഹറം 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഹിജ്റ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് ഇന്നത്തെ ഈ ദിനം. ഒരുപാട് ചരിത്രങ്ങൾ അയവിറക്കുന്ന, ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാസമാണ് ഈ മുഹറം മാസം. അൽഹംദുലില്ലാഹ്, ഈ പവിത്രമായ മാസത്തിന്റെ തുടക്കത്തിൽ നമുക്കിങ്ങനെ പേരോട് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി, അതേപോലെ ഹുബ്ബുൽ ഹബീബ് എന്ന ഈ ബറക്കത്തുള്ള ഈ സംരംഭത്തോട് ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പുണ്യം നേടാൻ വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായും അല്ലാഹു തആല നമുക്ക് ചെയ്ത
വലിയ അനുഗ്രഹമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ സഹവാസം നമ്മൾ ഇൽമു പഠിച്ചുകൊണ്ടും നമ്മൾ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും നമ്മൾ ശക്തിപ്പെടുത്തണം. അതുപോലെ മഹാന്മാരോട് നമ്മൾ സഹവസിക്കണം. മഹാന്മാരോട് സഹവസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാന്മാരെ ആദരിച്ചുകൊണ്ട് അവരെ സിയാറത്ത് ചെയ്യണം. അതേപോലെ മഹാന്മാരോടൊപ്പം വലിയ വലിയ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനും ദുആകളിൽ പങ്കെടുക്കാനുമൊക്കെ നമ്മൾ താല്പര്യം പ്രകടിപ്പിക്കണം. അതുപോലെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളുമായി നല്ല രീതിയിൽ നല്ല സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സഹവസിക്കണം. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങളുമായി എപ്പോഴും പ്രസന്നമായ മുഖത്തോടുകൂടെ നമ്മൾ സഹവസിക്കണം. നമ്മുടെ വീട്ടുകാരുമായി നല്ല സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ സഹവസിക്കണം. അങ്ങനെ എല്ലാവരോടും നല്ല സഹവാസവും നല്ല ജീവിതവും നടപ്പിൽ വരുത്തി ഈ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് നമ്മൾ അങ്ങേയറ്റം വർദ്ധിപ്പിക്കുകയും നമ്മൾ ആ ഹുബ്ബിനനുസരിച്ചുള്ള ജീവിതം നയിക്കുകയും വേണം എന്ന് എൻ്റെ നഫ്സിനോടും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എനിക്ക് ശബ്ദത്തിന് ചെറിയൊരു തകരാറുണ്ട്. അല്ലാഹു തആല നല്ല ശബ്ദം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളോടെല്ലാം ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു ഈ സദസ്സിൻ്റെ എല്ലാ പുണ്യങ്ങളും നമ്മെ കേൾക്കുന്ന ഇവിടെ ഒരുമിച്ച് കൂടിയ ഇതുമായി ബന്ധപ്പെട്ട ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നമുക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടി സന്തോഷിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.